വാർത്തകളിലേക്ക് വിശദമായി. സിദ്ധാർത്ഥന്റെ കേസിൽ വീഴ്ച തിരുത്താൻ ആഭ്യന്തര വകുപ്പ് CBIക്ക് രേഖകൾ ഉടൻ കൈമാറും. ഇതിനായി സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് പോകും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് ചേരുന്നു. വിഷ്ണു, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ അന്വേഷണത്തിലെ മെല്ലപ്പോക്കിൽ ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ മറ്റു കൂടുതൽ വിവരങ്ങൾ? ലതീഷ്, സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നുള്ള ഒരു ആക്ഷേപം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സമയം തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ സിദ്ധാർത്ഥന്റെ അച്ഛനെ വാക്കാലും പിന്നീട് രേഖാപ്രകാരം ഒരു ഉറപ്പ് നൽകിയിരുന്നു CBI അന്വേഷണത്തിന് കേസ് വിടാമെന്ന്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവടക്കം പുറത്തു വന്നതാണ്. അതിനുശേഷം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു ഘട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നില്ല. CBIയിലേക്ക് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് നിന്നും അയക്കേണ്ട റിപ്പോർട്ട് ഇതുവരെ തയ്യാറായിരുന്നില്ല. ആദ്യം പടി എന്നുള്ള ഒരു നടപടിക്രമങ്ങൾ പോലും പാലിക്കാത്തതിനെ തുടർന്നുള്ള ആക്ഷേപവും വിമർശനവും ഒക്കെ ഇന്ന് ഉയർന്നിരുന്നു. അതേ തുടർന്ന് തന്നെ വളരെ വൈകാതെ തന്നെ DGP ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ പോലീസും ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. പോലീസ് പെട്ടെന്ന് തന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി. അതിനുശേഷം രേഖകളുമായി ഡൽഹിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പെർഫോമ റിപ്പോർട്ട് അടക്കമുള്ള രേഖകളുമായി സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ഇന്ന് ഡൽഹിക്ക് പോകും. തുടർന്ന് കേസ് CBIക്ക് ഏറ്റെടുത്ത് അന്വേഷിക്കാനുള്ള സാഹചര്യം ഒരുക്കും. ഏതായാലും CBI ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളും കൃത്യമായി നടക്കുകയാണെങ്കിൽ CBI കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ആവശ്യപ്രകാരമുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യാമെന്ന് തന്നെയാണ് രാഷ്ട്രീയ പോലും നോക്കാതെ എല്ലാ വിഭാഗത്തു നിന്നുള്ളവരും പിന്തുണ നൽകുന്നത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം കൃത്യമായി ഉണ്ടാകും. അതേസമയം അന്വേഷണത്തിന് ഏതെങ്കിലും വീഴ്ച വരികയാണെങ്കിൽ നേരായ രീതിയിൽ നീങ്ങിയില്ലെങ്കിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അത് ഉടനില്ല എന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ രാവിലെ അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ കേസ് നേരായ രീതിക്ക് പോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ഇതിൽ വരുത്തേണ്ടി വന്നാൽ അതിന് തയ്യാറാകില്ല എന്നും കുടുംബത്തോടെ രാഷ്ട്രീയമില്ലാതെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും, ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ലതീഷ്, ശരി വിഷ്ണു, സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് കൈമാറാനുള്ള തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.